പി ജയരാജൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ പി ജയരാജൻ, ശ്രീ എ കെ ബാലൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് സമരത്തെ ആയുധമാക്കിയ പോരാളിയായിരുന്നു വി എസ്. എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ചരിത്രമാണ് വി എസിന്റെ ജീവിതം നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു. ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ള നൂറുകണക്കിന് തൊഴിലാളികൾ അന്ന് നടത്തിയിട്ടുള്ള സമരത്തിന്റെ നേതൃശക്തിയായിരുന്നു സഖാവ് വി എസ്. പിൽക്കാലത്ത് സഖാവ് കൃഷ്ണപിള്ള തന്നെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് കുട്ടനാട്ടിലെ അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള കർഷക തൊഴിലാളികളെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എണ്ണമറ്റ സമരങ്ങൾക്കാണ് സഖാവ് വി എസ് നേതൃത്വം കൊടുത്തത്. ജീവിതത്തിലുടനീളം അദ്ദേഹം പാവപ്പെട്ടവന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. അദ്ദേഹം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ രോഗാവസ്ഥയിലുള്ള അവസരത്തിലും അദ്ദേഹം ഉജ്ജ്വലനായ ഒരു പോരാളിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. മരണത്തോട് പോലും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന ഇച്ഛാശക്തിയുള്ള ഒരു മനസ്സിനെയാണ് വി എസിനെ നമുക്ക് കാണാനായത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ശരി, ശ്രീ പി ജയരാജൻ പറഞ്ഞതുപോലെ കർഷക തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ കാലഘട്ടം അതാണ് അദ്ദേഹം തുടക്കത്തിൽ അനുസ്മരിച്ചത്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങിയതാണ് വി എസ് അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനകീയ നേതാവായി അദ്ദേഹം വളർച്ച നേടുകയായിരുന്നു. അദ്ദേഹം തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടായിരുന്നു തുടങ്ങിയത്. CP രാമസ്വാമി അയ്യരുടെ പോലീസിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങൾ, അതിനുശേഷം ഒളിവ് ജീവിതം, അങ്ങനെ KK ശൈലജ